ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു ബ്ലിസ് ഫാമിലി. അപ്പോൾ ഇന്ന് ഞങ്ങൾ കോഴിക്കോടുള്ള SM സ്ട്രീറ്റ് കറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ലിനീഷേട്ടനില്ല, ഞാനും മക്കളും, പിന്നെ ലിനീഷേൻ്റെ പെങ്ങളും മക്കളും, പിന്നെ അനിയൻ്റെ ഭാര്യയും മക്കളും, പിന്നെ അമ്മയാണുള്ളത്. അപ്പോൾ ആണുങ്ങളൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ മാത്രമായിട്ടൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ച്. കാരണം ഓരോ കൂട്ടി പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പർച്ചേസ് ചെയ്യാനും സമ്മതിക്കില്ല, നമുക്ക് വേണ്ട വിധത്തിലൊന്നും നോക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഇതാകുമ്പോൾ അത് സ്വസ്ഥമായിട്ട് നോക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞങ്ങളെല്ലാവരും കൂടെ. കുറച്ച് ഡ്രസ്സ്, ചെരുപ്പ്, ഫാൻസി, അങ്ങനെ എല്ലാം കൂടെ കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അവിടെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച്. നല്ല തിരക്കുണ്ടായിരുന്നു SM സ്ട്രീറ്റ്. അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ, രാവിലെ പോയാലും ഉച്ചയ്ക്ക് പോയാലും വൈകുന്നേരം പോയാലും ഒക്കെ എപ്പോഴും നോക്കിയാലും തിരക്കാണ് SM സ്ട്രീറ്റ്. അപ്പോൾ എൻ്റെ കൈ കണ്ടോ, മാന്ത് കിട്ടിയ പോലെ 3 വരകളൊക്കെ ഉണ്ട്. മോള് ലിപ്സ്റ്റിക്ക് കളർ നോക്കാൻ വേണ്ടി കയ്യിൽ വരച്ചിട്ടതാണ്. അപ്പോൾ ഇതാണ് സൺഡേ മാള്. സൺഡേ മാളിൽ എല്ലാ ഐറ്റംസും ഉണ്ട്, നല്ല വില കുറവിലുണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ പിന്നെ ഇറങ്ങി വരാൻ തോന്നില്ല. കമ്മലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, എൻ്റെ അമ്മ, എൻ്റെ കണ്ണൊക്കെ അങ്ങനെ മഞ്ഞളിച്ച് കിടക്കുന്നു. ഇഷ്ടം പോലെ കമ്മലുകളുണ്ട്. കമ്മലിൻ്റെ മുമ്പ് നിന്ന് കൊണ്ട് പോരാൻ തോന്നില്ല. ഇന്ന് ലിനീഷേട്ടല്ലാത്തതുകൊണ്ട് നല്ലോണം നോക്കാനും പറ്റിയിട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ തിരക്ക് കൂട്ടി പോവുക എന്ന് പറഞ്ഞ് ഇങ്ങനെ വെറുപ്പിക്കും. അപ്പോൾ ഇതാകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാം പെണ്ണുങ്ങളാണല്ലോ, എല്ലാവരും ഒരേ ടൈപ്പ് ആൾക്കാരായതുകൊണ്ട് അവർക്കറിയാലോ ഒരാളെ മനസ്സെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നോക്കാൻ വേണ്ടി സമയം എടുക്കും എന്നുള്ളത് അറിയാം. മക്കൾക്കും വലിയ ബോറടിയൊന്നും ഉണ്ടായില്ല, ഓർക്കും കമ്പനിക്ക് ആളുള്ളതുകൊണ്ട് ഓർക്ക് ആ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അങ്ങനെ മക്കൾ കുറേ നടന്നു കഴിഞ്ഞ് ക്ഷീണിച്ച് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ ഞങ്ങൾ പർച്ചേസിങ് മുഴുവനായിട്ടൊന്നുമില്ല, ഇനി ഷൂ വാങ്ങാനൊക്കെ ഉണ്ട്. മക്കൾക്ക് ഷൂ വേണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവർക്ക് ഇനി നടക്കണമെങ്കിൽ കുറച്ച് എനർജി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കയറിയതാണ് ഇവിടെ. അങ്ങനെ ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്ന്. അപ്പോൾ ഇതിപ്പോൾ സമയം വൈകുന്നേരമാണ് കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഇറങ്ങിയത് കറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൈകുന്നേരം ഒരു 5 മണി 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബീഫും പൊറാട്ടയൊക്കെയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ അവിടുന്ന് ബീഫും പൊറാട്ടയൊക്കെ കഴിച്ചു. അങ്ങനെ ആവശ്യത്തിനുള്ള എനർജിയൊക്കെ ആയി. അങ്ങനെ പിന്നെ ബാക്കി ഷൂ വാങ്ങാൻ വേണ്ടിയിട്ട് കയറി. അങ്ങനെ അവിടെ നിന്ന് മക്കൾ ഭയങ്കര ബഹളമായിരുന്നു. എല്ലാത്തിനെയും പിടിച്ച് അടക്കി ഇരുത്തിയതാണ്. അപ്പോൾ സമയം അങ്ങനെ കുറേ പോയി, രാത്രിയായി. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അന്ന് മാനാഞ്ചിറ സ്ക്വയറിൽ ലൈറ്റിൻ്റെ സംഭവം ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ അന്ന് ആ സംഭവം ഉണ്ടായിരുന്നില്ല, എന്തോ കാരണത്താൽ അത് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ആ ദിവസം. അപ്പോൾ അത് കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പലരും പല വഴിക്കാണ് പോകുന്നത്. അമ്മയും പെങ്ങളും തറവാട്ടിലേക്കും, ഞാനും അനിയൻ്റെ ഭാര്യയും ഞങ്ങളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് ബസ് സ്റ്റാൻഡിൽ പോയി അവിടുന്ന് ബസ് കയറി ഞങ്ങളുടെ നാട്ടിലിറങ്ങി. ഇനി ഇവിടുന്ന് ഇതിപ്പോൾ ഞങ്ങളുടെ നാടെത്തി. ഇനി ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. പക്ഷേ ഇതാണ്, ഹസ്ബൻഡ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ബസ്സിന് കുറേ മാറി കയറി കളിക്കണം. അങ്ങനെ ഞങ്ങൾ വീടെത്തി. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.